അലൈഹിസ്സലാം അല്ലാഹുവിനെ കാണാൻ തൂർ സീനാ പർവ്വതത്തിലേക്ക് പോകുന്നുണ്ട്. ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. മൂസാ നബി അലൈഹിസ്സലാം പോയി കഴിഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ഒരു പശുക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങി. മൂസാ നബിയിൽ വിശ്വസിച്ചിരുന്ന സത്യവിശ്വാസികൾ ഒരു പശുക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങി. മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം ഇത് കാണുന്നുണ്ട്. ഹാറൂൻ നബി അലൈഹിസ്സലാം അവിടെ ഇടപെടുന്നില്ല. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തൂർ സീനാ പർവ്വതത്തിൽ നിന്ന് അള്ളാഹുവിനെ കാണാൻ വിചാരിച്ച് അള്ളാഹു നൽകിയ ഏടുമായി തിരിച്ചു വന്ന് നോക്കുമ്പോ നാട്ടുകാരെല്ലാം പശുക്കളെ ആരാധിക്കുന്നുണ്ട്, ഒരു പശുക്കുട്ടിയെ ആരാധിക്കുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നേരെ പോകുന്നത് ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്കാണ്. ഹാറൂൻ നബിയെയാണ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. قال يا هارون ما منعك إذ رأيتهم ضلوا അവരൊക്കെ വഴി പിടിച്ചു പോയപ്പോ അവരൊക്കെ ശിർക്ക് ചെയ്യുമ്പോൾ എന്തേ നിങ്ങൾ അവരെ തടയാത്തത്? قال يا هارون ما منعك إذ رأيتهم ضلوا അവർ വഴി പിഴച്ചപ്പോൾ അവർ അല്ലാഹുവിന്റെ കൂടെ ശിർക്കുകാരെ പങ്കുകാരെ ചേർത്തപ്പോൾ എന്തേ നിങ്ങൾ അവരെ തടയാത്തത്? അല്ലാ തത്തബിഅനി അഫഅസൈത അംരി എന്തേ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കാത്തത്? അഫഅസൈത അംരി എന്നോട് ധിക്കാരം കാണിച്ചതാണോ നിങ്ങൾ? അപ്പോഴാണ് മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം പറയുന്നത്, ഖാല യബ്ന ഉമ്മ, ഇബ്ന ഉമ്മ, എൻ്റെ ഉമ്മാന്റെ മോനെ സഹോദരനാണ് ഹാറൂൻ നബി. ലാ തഅഖുദ് ബിലിഹിയതി വലാ ബിറഅസി എൻ്റെ താടിയിൽ നിന്ന് കൈയെടുക്ക്. താടി പിടിച്ചിട്ടാ ചോദിച്ചു. തലയുടെ കുടുംബം പിടിച്ചു, താടി പിടിച്ചു. എന്താ ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്യാത്ത? നാട്ടുകാരൊക്കെ പശുക്കുട്ടി ആരാധിക്കുന്നത് കാണുന്നില്ലേ? നിന്നെ എന്ത് ഏൽപ്പിച്ചിട്ടാ ഞാൻ പോയത്? മഹാനായ ഹാറൂൻ നബി പറഞ്ഞു, ലാ തഅഖുദു ബിലിഹിയതി എൻ്റെ താടിയിൽ നിന്ന് കൈയെടുക്ക്, വലാ ബിറഅസി എൻ്റെ തലമുടിയിൽ നിന്നും കൈയെടുക്ക്. ഞാനൊരു യാഥാർത്ഥ്യം പറയാം, എന്തുകൊണ്ടാണ് ഞാൻ ഇടപെടാത്തത്. ഇന്നി ഖശീതു അൻ തഖൂല ഫറഖത ബൈന ബനി ഇസ്രായീൽ ഞാൻ അവിടെ ഇടപെട്ടാൽ ഈ സമൂഹം രണ്ട് വിഭാഗമായി മാറും. ഞാൻ അവിടെ ഇടപെടാൻ പോയാൽ ഈ സമൂഹം രണ്ട് വിഭാഗമായി മാറും, രണ്ട് ടീമായി മാറും. ഒരു വിഭാഗം എന്നെ അനുസരിക്കുന്നവർ, ഒരു വിഭാഗം എന്നെ എതിർക്കുന്നവർ. നിങ്ങൾ നിങ്ങളുടെ ഉദ്യമം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ നാട് തമ്മിൽ തല്ലി ഭിന്നിച്ച് കുട്ടിച്ചോറായി നിൽക്കുന്നത് കാണാൻ എനിക്കിഷ്ടപ്പെട്ടില്ല, ഞാൻ ആഗ്രഹിച്ചില്ല. പശുക്കുട്ടിയെ ആരാധിക്കുന്നത് നിങ്ങൾ വന്നാൽ നിങ്ങൾ തിരുത്തിക്കോളുമല്ലോ, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല എന്ന് മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്. അഥവാ നാട്ടിൽ ശിർക്ക് നടക്കുമ്പോൾ വരെ ഹാറൂൻ നബി സമൂഹം തമ്മിൽ തല്ലുന്ന ഒരു ഗതികേട് ഇവിടെ ഉണ്ടാവരുത്, ഛിന്ന ഭിന്നമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് പറഞ്ഞു മിണ്ടാണ്ടിരുന്നു. സമൂഹത്തിന്റെ ഐക്യം അത്ര വളരെ പ്രധാനമാണ്.